വിശദമായ വാർത്തകൾ നോക്കാം. തരം താണ പ്രയോഗവുമായി മുഖ്യമന്ത്രിയുടെ ശാസ്ത്രോപദേഷ്ടാവ് MC ദത്തൻ. വേറെ പണിയില്ലേ എന്നും തെണ്ടാൻ പോയിക്കൂടെ എന്നുമായിരുന്നു മാധ്യമങ്ങളോടുള്ള MC ദത്തന്റെ ചോദ്യം. UDF സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനിടെ MC ദത്തനെ പോലീസ് തടഞ്ഞപ്പോൾ മാധ്യമങ്ങൾ അറിയിച്ചത് അനുസരിച്ചാണ് ദത്തനെ കടത്തിവിടാൻ പോലീസ് തയ്യാറായത്. ഇതിനുശേഷമായിരുന്നു MC ദത്തന്റെ തരം താണ പ്രയോഗം. സർ, വേറെ ഒരു പണിയില്ലടേ നിനക്കൊക്കെ. ഇതിനേക്കാളും നീയൊക്കെ തെണ്ടാൻ പോ. അങ്ങനെ പറയുന്നേ മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവാണ്. എന്തായാലും മാധ്യമപ്രവർത്തകരോട് മറ്റു പണിയില്ലേ, തെണ്ടാൻ പോകാൻ ആണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് പോലീസുകാരോട് അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പക്ഷേ ഈ പറയുന്നത് പോലെ മറ്റു പണിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തായാലും പൊതുജനങ്ങളുടെ എല്ലാം ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. പൊതുജനങ്ങളും ഈ ഭാഗത്തേക്ക് വരുന്ന അദ്ദേഹവും ആ ബുദ്ധിമുട്ട് നേരിട്ട ആളാണ്. എന്തായാലും അതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് നമ്മൾ ചോദിക്കാൻ പാടില്ല. എന്തായാലും അദ്ദേഹത്തിന് ചോദിക്കാതെ തന്നെ ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടാകുന്നത്. പ്രകോപനമൊന്നുമില്ലാതെയായിരുന്നു മാധ്യമപ്രവർത്തകരോട് തെണ്ടാൻ പോയിക്കൂടെ എന്ന മുഖ്യമന്ത്രിയുടെ ശാസ്ത്രോപദേഷ്ടാവ് MC ദത്തന്റെ പ്രതികരണം. ബാരിക്കേഡ് കടത്തിവിടാതെ പോലീസ് തടഞ്ഞ MC ദത്തനെ മാധ്യമപ്രവർത്തകർ ഇടപെട്ടതോടുകൂടിയാണ് കടത്തിവിടുന്നത്. പോലീസിനോട് കയർത്ത് സംസാരിച്ച ശേഷമായിരുന്നു MC ദത്തൻ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ചത്. എന്താണ് സംഭവിച്ചതെന്ന് ഉമേഷ് ബാലകൃഷ്ണൻ വിവരിക്കുന്നു. അനക്സ് 2 സമീപം പ്രസ് ക്ലബ് റോഡിൽ ബാരിക്കേഡുകൾ രാവിലെ തന്നെ നിരത്തി ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവിടെ എത്തിയ MP ദത്തൻ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദ്യം അദ്ദേഹത്തെ മനസ്സിലായില്ല. അദ്ദേഹം ഇതുവഴി അകത്തേക്ക് കയറണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യം അദ്ദേഹത്തെ കടത്തിവിട്ടില്ല. ഒടുവിൽ മാധ്യമപ്രവർത്തകരാണ്, ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരാണ്, അദ്ദേഹം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫാണ്, ഉന്നത ഉദ്യോഗസ്ഥനാണ് എന്നുള്ള വിവരം പോലീസ് ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കുന്നത്. അപ്പോഴും അദ്ദേഹം ആ കടത്തിവിടാത്തതിൻ്റെ ദേഷ്യം അദ്ദേഹം ഈ സെക്യൂരിറ്റി ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. താൻ മൂന്ന് സ്ഥലങ്ങളിൽ പോയി, 3 സ്ഥലങ്ങളിലും തന്നെ കടത്തിവിട്ടില്ല, 3 സ്ഥലങ്ങളിലും മറ്റു വഴികളിൽ പോകൂ എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം ചൂടാകുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കടത്തിവിട്ടപ്പോഴാണ് നമ്മൾ ഇവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുന്നത്. അദ്ദേഹത്തിനോട് പ്രതികരണം തേടി എന്താണ് ഈ 3 ഗേറ്റുകളിലും എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ, അതായത് മിണ്ടരുത് എന്നുള്ള ആംഗ്യം കാണിച്ച് മിണ്ടരുത് എന്ന് പറഞ്ഞു. ഒരുപാട് റോഡ് വഴിയാണ് വന്നത്. ഒരിടത്തും ശബ്ദിക്കുന്നില്ല. സ്വാഭാവികമായി അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനാണ്, രാജ്യത്തിന് തന്നെ നിരവധി സംഭാവനകൾ ചെയ്ത ശാസ്ത്രജ്ഞനാണ്. നമ്മൾ മറുപടി പറഞ്ഞു, ശരി മിണ്ടുന്നില്ല എന്ന് പറയുന്നു. അതിന് അദ്ദേഹം ഇതുവഴി നടന്ന് ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന CI അദ്ദേഹത്തോട് ഓടി വന്ന് അദ്ദേഹത്തിനോട് ക്ഷമാപണം നടത്തുകയും നടന്ന കാര്യങ്ങൾ വിവരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം അപ്പോഴും ഈ CIയോടും ദേഷ്യപ്പെടുന്നു. അവിടെ ചെന്നപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ 3 സ്ഥലങ്ങളിൽ പോയി, 3 സ്ഥലങ്ങളിലും വാഹനം തിരിച്ചുവിട്ടു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ദേഷ്യപ്പെടുമ്പോഴാണ് വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നത് ഈ 3 സ്ഥലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. സർ, വേറെ ഒരു പണിയില്ലടേ നിനക്കൊക്കെ. ഇതിനേക്കാളും നീയൊക്കെ തെണ്ടാൻ പോ. അങ്ങനെ പറയുന്നേ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് മറ്റു പണികളില്ലേ, നിങ്ങൾ ഇതിനേക്കാൾ തെണ്ടാൻ വെക്കൂടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് ഒത്ത മറുപടി അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായി അതിനുശേഷം അദ്ദേഹത്തോട് ബഹുമാനത്തോടെ തന്നെ ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം മറുപടി പറയാൻ തയ്യാറായില്ല. എനിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞ തെണ്ടാൻ വെക്കൂടെ എന്നുള്ള ചോദ്യത്തിന് അതിനുള്ള കൃത്യമായ മറുപടി അതിൻ്റെ പിന്നിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം കണ്ടോൺമെൻറ്റ് ഗേറ്റ്, ഏകദേശം ഇവിടുന്ന് ഒരു 50-60 മീറ്റർ ഉണ്ടാവും കണ്ടോൺമെൻറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് അകത്ത് കിടക്കുന്ന കണ്ടോൺമെൻറ്റ് ഗേറ്റിലേക്ക്, അവിടേക്ക് അദ്ദേഹം നടന്നുപോയി. നമ്മൾ കൂടെ പോയി. കാരണം കണ്ടോൺമെൻറ്റ് ഗേറ്റിലടക്കം അദ്ദേഹത്തെ ഇനിയും തടയാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൂടെ പോയത്. അതിനിടയിൽ അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അദ്ദേഹം അതിനും മറുപടിയൊന്നും പറഞ്ഞില്ല.
എന്തായാലും അദ്ദേഹം ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്, അല്ലെങ്കിൽ ഓരോ ജോലിക്കെയും അതിൻ്റെതായ അന്തസ്സുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ജോലിയല്ലാതെ മറ്റ് ജോലികളെല്ലാം അദ്ദേഹം വളരെ അല്ലെങ്കിൽ കീഴ് ജോലിയായി കാണുന്ന ഒരു സംസ്കാരമുള്ള ആളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹം എന്തായാലും കണ്ടോൺമെൻറ്റ് ഗേറ്റ് വഴി അദ്ദേഹം കടന്ന സെക്രട്ടറിയിലേക്ക് പോയി. എന്തായാലും സാധാരണ അദ്ദേഹം സ്റ്റേറ്റ് കാറിലെത്തി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലിറങ്ങി ലിഫ്റ്റിൽ കയറി അദ്ദേഹം ഓഫീസിലേക്ക് പോകാറാണ് പതിവ്. ഇന്ന് പക്ഷേ അത് നടന്നില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, സെക്രട്ടറിയിലെ എല്ലാ ഉദ്യോഗസ്ഥരും സമാനമായ രീതിയിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ബാരിക്കേഡുകൾ കടന്ന് ഓഫീസിലേക്ക് പോയത്. പക്ഷേ അദ്ദേഹത്തിന് അത് ക്ഷീണമുണ്ടാക്കി. അദ്ദേഹത്തെ തിരിച്ചറിയാത്ത 3 ഗേറ്റുകളിൽ അദ്ദേഹത്തെ തിരിച്ചറിയാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അദ്ദേഹത്തിന് അമർഷമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് CIയോടും രണ്ടാമത് മാപ്പ് പറഞ്ഞ CIയോടും മിണ്ടരുത് എന്നുള്ള ആംഗ്യം കാണിച്ച് അദ്ദേഹത്തിനോടും മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നടന്നത്. എന്തായാലും ചോദ്യങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചത്. എന്തായാലും ആ ചോദ്യത്തിലും അദ്ദേഹത്തിന് സഹിഷ്ണുതയോടുകൂടി പെരുമാറാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുത ഇതുവരെ ഉണ്ടായിരുന്ന രാവിലെ അദ്ദേഹം അനുഭവിച്ച അസഹിഷ്ണുത മാധ്യമങ്ങളോട് തീർത്തു. എന്തായാലും സമാനമായി അദ്ദേഹത്തിന് ഒന്നുമില്ലെങ്കിൽ ഈ സെക്രട്ടറിയിലേക്ക് കയറി പോകാനെങ്കിലും കഴിഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ ഈ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്കെല്ലാം വന്ന നിരവധി പൊതുജനങ്ങളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം മണിക്കൂറുകൾ ബ്ലോക്കിൽ കിടന്നു. എന്തായാലും അവരെല്ലാം അവരുടെ ആത്മരോഷം ആരോടെങ്കിലും എല്ലാം തീർക്കട്ടെ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആത്മരോഷം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തീർത്തു. അദ്ദേഹം കയറിപ്പോയി. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിന് ഉതകുന്ന മറുപടി പറഞ്ഞ് അദ്ദേഹം കയറിപ്പോയി. എന്തായാലും നമ്മുടെ ജോലി ചോദ്യം ചോദിക്കലാണ്. അദ്ദേഹത്തിന് ഇനിയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇനിയും അദ്ദേഹം പറയാനുള്ള വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന പ്രതിപക്ഷത്തോടും മാധ്യമങ്ങളോടും മുഖ്യമന്ത്രിക്കും ഒപ്പമുള്ളവർക്കും ധാർഷ്ട്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ന്യൂസ് 18നോട്. MC ദത്തന്റെ തരം താണ പരാമർശത്തിലായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം. ശാസ്ത്രോപദേഷ്ടാവിന്റെ അധിക്ഷേപം അപമാനകരമെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരിനെതിരെ കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ പുരോഗമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ന്യൂസ് 18നോട് ഒപ്പം ചേരുകയാണ്. ഈ ഒരു ഉപരോധ സമരത്തിലൂടെ സർക്കാരിന് ഉള്ള ഒരു മുന്നറിയിപ്പായി മാറുകയാണോ ഇന്നത്തെ ഈ ഉപരോധ സമരം? തീർച്ചയായും കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി 10,000കണക്കിന് വോളണ്ടിയർമാരാണ് UDFന്റെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന ഒരു പെരുമാറ്റം മുഖ്യമന്ത്രിയുടെ ശാസ്ത്രോപദേഷ്ടാവിന്റെ ഭാഗത്തു നിന്ന് കണ്ടോൺമെന്റ് ഗേറ്റ് വെച്ചുണ്ടായിരിക്കണം. വേറെ പണിയൊന്നുമില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തുമ്പോൾ അധികം തുള്ളണ്ട എന്ന് മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ഇങ്ങനെ പറഞ്ഞതിൽ ഒരു അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് മാധ്യമപ്രവർത്തകരോട് പുച്ഛമാണ്, അവരെ അതിശയവുമാണ്, പ്രതിപക്ഷത്തോട് വെറുപ്പാണ്. ശത്രു മനോഭാവത്തോടു കൂടിയാണ് പ്രതിപക്ഷത്തെയും മാധ്യമപ്രവർത്തകരെയും നോക്കിക്കാണുന്നത്. സർക്കാരിൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കുന്ന മാധ്യമങ്ങളോട് മുഖ്യമന്ത്രിക്കുള്ള മനോഭാവം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനുമുള്ളത്. എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. അവരെല്ലാവരും ഇങ്ങനെ പെരുമാറുന്നവരാണ്. ഇങ്ങനെ പെരുമാറാൻ അവരെ പഠിപ്പിച്ചിട്ടിരിക്കുക. തീർച്ചയായിട്ടും വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ശാസ്ത്രോപദേഷ്ടാവ് നടത്തിയ പരാമർശത്തിനുമെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ദത്തന്റെ പ്രതികരണത്തെ ബിന്ദു കൃഷ്ണ രൂക്ഷമായി വിമർശിച്ചു. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവർക്കും അധികാര മത്ത് പിടിച്ച് അങ്ങേയറ്റം ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഇന്ത്യയിലെ ജനാധിപത്യ. ലോകത്തിലെ എവിടെയായാലും ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് മാധ്യമം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമ പ്രവർത്തകർ ജനാധിപത്യത്തിന് അനിവാര്യമാണെന്നിരിക്കെ മാധ്യമ പ്രവർത്തകരെ അടച്ചാക്ഷേപിക്കുന്ന ദത്തൻ എന്ന് പറയുന്ന ശാസ്ത്ര ഉപദേഷ്ടാവിനോട് പറയാനുള്ളത് പോയി പണി നോക്കുന്ന മാധ്യമപ്രവർത്തകരോടല്ല പണി നോക്കാൻ പറയുന്നത്. നിങ്ങളൊക്കെ ഞാൻ അടക്കമുള്ള സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് അവിടെ കൊള്ളയടിക്കുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന പ്രവർത്തനത്തെ വിലയില്ലാതായി കാണുന്നുവെങ്കിൽ ജനാധിപത്യത്തെ കുഴിച്ചു മൂടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ശക്തമായി അപലപിക്കുന്നു. സെക്രട്ടേറിയറ്റ് നടയിൽ കണ്ടത് കേരളം തിന്നു തീർക്കാൻ ദത്തെടുക്കുന്നവരുടെ ദുർനടപ്പെന്ന് കെ സുരേന്ദ്രൻ പരിഹസിച്ചു. FB പോസ്റ്റിലൂടെയായിരുന്നു സുരേന്ദ്രന്റെ പരിഹാസം. മാധ്യമങ്ങളെ ഉപദേശിക്കാതെ ദത്തൻ സ്വയം തെണ്ടണമെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പ്രതികരിച്ചു. അല്ല, അദ്ദേഹത്തിന് തെണ്ടാ പോയിക്കൂടെ? ഈ മുഖ്യമന്ത്രിയുടെ ആസനം താങ്ങി ഉപദേഷ്ടാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തെണ്ടാ പോയിക്കൂടെ? അദ്ദേഹത്തിന് തെണ്ടാ പോലെ ഇതിനേക്കാൾ നല്ല ഒരു പോലീസുകാരൻ പുള്ളിയെ തിരിച്ചറിയുന്നില്ല. ഈ നാട്ടിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ തല്ലിപ്പൊളികളും പോക്കറ്റടിക്കാരും ക്രിമിനലുകളൊക്കെ തിരിച്ചറിയുന്നവരാണ്.
മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാക്കൾ അവരെ തിരിച്ചറിയുന്നവരാണ് പോലീസുകാർ. അവർക്ക് പോലും ഇയാളെ തിരിച്ചറിയാൻ പറ്റില്ല. അയാൾക്ക് തണ്ടാ പോയിക്കൂടെ? ഇത് കടക്ക് പുറത്തെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാണല്ലോ ഇദ്ദേഹം. അപ്പൊ അത് ഇങ്ങനെ ചോദിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അദ്ദേഹത്തിനോട് നിങ്ങൾ തിരിച്ചു പറയണം, പോയി തെണ്ടടോ, ഇതിനേക്കാൾ ഭേദമല്ല ഈ മുഖ്യമന്ത്രിയുടെ പൃഷ്ഠം താങ്ങി നടക്കണേക്കാൾ ഭേദം തനിക്ക് തെണ്ടാ പോയിക്കൂടെ, അതിന് പിന്നെ ഒരു അന്തസ്സില്ലേ എന്ന് ചോദിക്കണം. അതാണ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ച UDF രാവിലെ 6 മണി മുതൽ സെക്രട്ടേറിയറ്റിന്റെ 3 കവാടങ്ങൾ പ്രവർത്തകർ ഉപരോധിച്ചതോടുകൂടി നഗരത്തിൽ ഗതാഗതം സ്തംഭിച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കനത്ത പോലീസ് സുരക്ഷയിലാണ് സെക്രട്ടേറിയറ്റിൽ എത്തിയത്. കേരളം ഭരിക്കുന്നത് സർക്കാരല്ല, കൊള്ളക്കാരാണെന്ന് ഉപരോധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും സർക്കാരിനെ കുറ്റവിചാരണ ചെയ്യുമെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. രാഷ്ട്രീയ പ്രചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് UDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധം രാവിലെ 6 മണി മുതൽ ആരംഭിച്ചത്. സെക്രട്ടേറിയറ്റിന്റെ 3 കവാടങ്ങളും പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ടാണ് മണിക്കൂറുകൾ പിന്നിട്ട ഉപരോധം അവസാനിക്കുന്നത്. എന്തായാലും ജീവനക്കാരെ മാത്രം കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയായിരുന്നു കന്റോൺമെന്റ് ഗേറ്റിലൂടെ സെക്രട്ടേറിയറ്റിലേക്ക് കയറ്റിവിട്ടത്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ മന്ത്രിമാരുടെ വാഹന വ്യൂഹങ്ങളും കനത്ത സുരക്ഷയിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. അക്ഷരാർത്ഥത്തിൽ ജനജീവിതം ഈ മേഖലയിൽ സ്തംഭിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. കൃത്യമായി പറഞ്ഞാൽ MG റോഡിലും പാളയത്തും അടക്കം ബേക്കർ ജംഗ്ഷനിലടക്കം ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പോലീസ് വാഹനങ്ങൾ തടഞ്ഞിരിക്കുകയുണ്ട്. പ്രവർത്തകരെ അടക്കം ആ വഴിയായിട്ടാണ് പോലീസ് തിരിച്ചുവിട്ടതും. എന്തായാലും വലിയ പ്രതിഷേധത്തിനാണ് തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. വരുന്ന മാസം മുതൽ സർക്കാരിനെ കുറ്റവിചാരണ ചെയ്യുന്ന മണ്ഡലാടിസ്ഥാനത്തിലുള്ള പരിപാടികൾ 140 മണ്ഡലങ്ങളിലും നടത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി സർക്കാരും കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ്, കേരളത്തെ ഭരിക്കുന്നത് സർക്കാരല്ല കൊള്ളക്കാരാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ K സുധാകരനും അതിരൂക്ഷമായ വിമർശനമാണ് സർക്കാരിനെതിരെ ഉന്നയിച്ചത്. സർക്കാരിനെ ചവിട്ടി പുറത്താക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞത്. സമാനമായ രീതിയിൽ രൂക്ഷമായ വിമർശനമാണ് UDFന്റെ മുഴുവൻ കക്ഷി നേതാക്കളും ഉന്നയിച്ചത്. എന്തായാലും വലിയ പ്രക്ഷോഭങ്ങൾക്കായിരിക്കും കേരളം വരും മാസങ്ങളിൽ കാത്തിരിക്കേണ്ടി വരിക എന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ്, സർക്കാരിന്റെ മുമ്പിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ സംഗമം അവസാനിക്കുന്നത്. UDFനെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് എന്നൊരു സൂചന പൊതുവിൽ പ്രവർത്തകർക്കിടയിൽ നൽകുന്നതിനുള്ള ഒരു അവസരമായി കൂടി ഈ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ക്യാമറമാൻ C വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. റവന്യൂ മന്ത്രിയുടെ ഓഫീസിന്റെ പേരിൽ CPI മണ്ഡലം സെക്രട്ടറി നടത്തിയ തട്ടിപ്പ് ഒത്തുതീർപ്പാക്കാൻ നേതൃത്വത്തിന്റെ ശ്രമം. പട്ടയം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കാലടി ജയചന്ദ്രൻ തട്ടിയെടുത്ത 4 ലക്ഷം രൂപ തിരികെ നൽകി. ജയചന്ദ്രനെതിരെ പാർട്ടി അന്വേഷണം തുടങ്ങിയതായി ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണനും ന്യൂസ് 18നോട് പ്രതികരിച്ചു. എന്നാൽ അത്തരമൊരു പരാതി നൽകിയിട്ടില്ല എന്നായിരുന്നു പരാതിക്കാരനായ ഷംനാദിന്റെ പ്രതികരണം. സർക്കാരിലും പാർട്ടിയിലുമുള്ള സ്വാധീനം ഉപയോഗിച്ചായിരുന്നു കാലടി ജയചന്ദ്രന്റെ തട്ടിപ്പ്. പരാതി വന്നതോടെ പണം തിരികെ നൽകി വിഷയം ഒതുക്കി തീർക്കാനാണ് ശ്രമം. ഇതിന് CPI ജില്ലാ നേതൃത്വവും കൂട്ടുനിൽക്കുന്നതായിട്ടാണ് സൂചന. ജയചന്ദ്രന്റെ തട്ടിപ്പിന്റെ പടികൾ ഓരോന്നും നേരത്തെ തുറന്നു പറഞ്ഞ ഷംനാദ് ഇപ്പോൾ നിലപാട് മാറ്റി. പരാതി കൊടുക്കുന്നില്ല CPI ജില്ലാ നേതൃത്വത്തിന് കാലടി ജയചന്ദ്രനെതിരെ. എന്താണ് ഫേക്ക്? നിങ്ങളുടെ പരാതിയാണോ ഫേക്ക്? ആരോപണമാണോ? എന്താണ്? ഞാൻ പരാതി കൊടുത്തിട്ടില്ല, അത് ഫേക്കാണ്. ആരോപണവും നടപടി വാർത്തയും ആദ്യം തള്ളിപ്പറഞ്ഞ CPI നേതൃത്വം ന്യൂസ് 18ന്റെ വാർത്ത ശരിവെച്ചു. ഗുരുതരമായ ആരോപണമല്ലേ നമ്മളിങ്ങനെ ഇത്തരത്തിൽ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നു, അങ്ങനെ ശേഷം നടപടി വാങ്ങിക്കൊടുക്കാന്ന് പറയുന്നു. ഇല്ല, ഇത് നമ്മൾ അന്വേഷിക്കാൻ അയാളോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. കുറ്റക്കാരെ നടപടി ഉണ്ടാവും. പാർട്ടി പ്രവർത്തകന്റെ പരാതി കിട്ടി 1 മാസമായിട്ടും റവന്യൂ മന്ത്രിയുടെ ഓഫീസ് ഈ പരാതി പോലീസിന് നൽകാൻ നടപടിയെടുത്തില്ല. മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ജയചന്ദ്രൻ തട്ടിപ്പ് നടത്തിയത്. എന്നിട്ടും പോലീസിൽ പരാതി നൽകാൻ മന്ത്രിയുടെ ഓഫീസ് തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയം. പണം തിരികെ നൽകിയതിന്റെ പേരിൽ ജയചന്ദ്രനെ രക്ഷിച്ചെടുക്കാനാണ് CPI നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നീക്കം. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. VSന്റെ 100ാം പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് A സുരേഷിനെ ഒഴിവാക്കി.
പാർട്ടി അനുഭാവികളുടെ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് മുണ്ടൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ നിന്നാണ് സുരേഷിനെ ക്ഷണിച്ച ശേഷം ഒഴിവാക്കിയത്. സുരേഷിന്റെ പേരൊഴിവാക്കി സംഘാടകർ പുതിയ പോസ്റ്റർ ഇറക്കി. ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് സംഘാടകർ അറിയിച്ചതായും എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് സംഘാടകരോട് ചോദിക്കേണ്ടതുണ്ടെന്നും എ സുരേഷ് ന്യൂസ് 8നോട് പ്രതികരിച്ചു. പാർട്ടിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. തന്നെ പാർട്ടി വിരുദ്ധനാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ലെന്നും എ സുരേഷ് പ്രതികരിച്ചു. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. മുണ്ടൂരുള്ള കളേഴ്സ് എന്ന ടീം സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നാണ് VSന്റെ സന്തത സഹചാരിയും PAയുമായിരുന്ന എ സുരേഷിനെ വിലക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സുരേഷിൻ്റെ നിന്ന് അനുമതി വാങ്ങിയ ശേഷം സുരേഷിനെ കൂടി പങ്കെടുപ്പിക്കുന്ന രീതിയിൽ ഇവരുടെ ഇത് സംബന്ധിച്ചിറക്കിയ പോസ്റ്ററിൽ സുരേഷിൻ്റെ പേരുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് ഇതിൻ്റെ സംഘാടകർ, അതായത് CPM അനുഭാവികളും VSനോട് ഇഷ്ടമുള്ളവരുടെ കൂട്ടായ്മയായ കളേഴ്സിലെ സംഘാടകർ സുരേഷിനെ വിളിക്കുകയും തൽക്കാലം ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം, മുകളിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്ത് തുടർന്ന് സുരേഷ് പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്, എന്താ കാര്യം എന്നെനിക്കറിയില്ല, എന്തായാലും ഞാൻ വിട്ടു നിൽക്കാൻ തയ്യാറാണെന്ന് സുരേഷ് അറിയിക്കുകയും ചെയ്തു. എന്നാലും CPMൻ്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ചോദിച്ച ശേഷം നിർദ്ദേശാനുസരണമാണ് സുരേഷിനെ ഇതിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നത്. അതിനുശേഷം CPMലെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാളുടെ എതിർപ്പിനെ തുടർന്നാണ് ഇങ്ങനെയൊരു നീക്കത്തിന് പിന്നിൽ എന്ന് പറയുന്നുണ്ട്. എന്തായാലും സുരേഷിനെ വിലക്കാൻ തങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ CPMൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി പറയുന്നത്. കാരണം സുരേഷ് CPMലില്ല, നിലവിലെ സാഹചര്യത്തിൽ CPMലില്ല, അതുകൊണ്ട് തന്നെ വിലക്കേണ്ട ആവശ്യമില്ല എന്നും ജില്ലാ സെക്രട്ടറി മറുപടി പറയുന്നുണ്ട്. എന്തായാലും ഇത് വിവാദമായിട്ടുണ്ട്. നമുക്കറിയാം 2001 മുതൽ തന്നെ VSൻ്റെ കൂടെയുള്ള ആളാണ് സുരേഷ്. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട്ടുകാരനാണ്. സ്വാഭാവികമായും അത്തരത്തിൽ VSൻ്റെ 100ാം പിറന്നാൾ ആഘോഷത്തിൽ എന്തുകൊണ്ടും സുരേഷ് പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാടുകാരാണ് ഇത് സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിനിടയിലാണ് പെട്ടെന്ന് തന്നെ സുരേഷിനെ വിലക്കിക്കൊണ്ട് അല്ലെങ്കിൽ സുരേഷിനെ ഇതിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം മുകളിൽ നിന്ന് വരുന്നത്. എന്തായാലും സംഭവം വിവാദമായിട്ടുണ്ട്. സുരേഷിനെയും ഒപ്പം തന്നെ VSനെയും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ കടുത്ത അമർഷം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം റേഡിയോസ് പാനലിൽ ഒരു അതിഥിയുണ്ട്. അതിഥിയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇനി മറ്റു വാർത്തകൾ നോക്കാം. മലയാളി മാധ്യമപ്രവർത്തക സൗമ്യ വിശ്വനാഥൻ കൊലക്കേസിൽ എല്ലാ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. കേസിലെ പ്രതികളായ രവി കപൂർ, അജയ് സെയ്ദി, ബൽജീബ് മാലിക്, അജയ് കുമാർ, അമിത് ശുക്ല എന്നിവർ കുറ്റക്കാരെന്ന് ഡൽഹിയിലെ സാകേത് കോടതി കണ്ടെത്തി. ശിക്ഷ പിന്നീട് വിധിക്കും. 4 പ്രതികൾക്ക് മേൽ കൊലക്കുറ്റം നിലനിൽക്കുമെന്നും കോടതി. 5 പ്രതികൾക്കും മക്കോക്ക ചുമത്തി. 2008 സെപ്റ്റംബർ 30 പുലർച്ചെ വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് സൗമ്യ വെടിയേറ്റ് മരിച്ചത്. മോഷണ ശ്രമത്തിനിടെ പ്രതികൾക്ക് സൗമ്യയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 15 വർഷത്തിനു ശേഷമാണ് കേസിൽ ശിക്ഷാവിധി വരുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് സൗമ്യയുടെ അമ്മ പ്രതികരിച്ചു. ये पता नहीं, हमारी तो बेटी चली गई है, पर यही है कि दिस विल एक्ट एज अ डेटरेंट फॉर अदर्स आल्सो, अदरवाइज इनकी और हिम्मत बढ़ती. दैट्स ऑल. एटलीस्ट 8 सेक्शन ऑफ द गैंग विल बी आउट ऑफ इट. दैट्स ऑल. അദാനിക്കെതിരെ രൂക്ഷ വിമർശനം തുടർന്ന് രാഹുൽ ഗാന്ധി. കൽക്കരി വിലയിൽ കൃത്രിമത്വം കാണിച്ച് അദാനി കോടികൾ കൊള്ളയടിക്കുന്നതായി രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇന്തോനേഷ്യയിൽ നിന്ന് വാങ്ങുന്ന കൽക്കരി ഇരട്ടി വിലയ്ക്കാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. വൈദ്യുതി ചാർജ് വർധനയുടെ രൂപത്തിലാണ് ഈ അധിക ഭാരം ജനങ്ങളിൽ എത്തുന്നത്. പ്രധാനമന്ത്രിയാണ് അദാനിക്ക് സംരക്ഷണം ഒരുക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. മിസ്റ്റർ അദാനി buys coal in Indonesia, and by the time the coal arrives in India, its price doubles, and he has taken approximately 12,000 crores from the pockets of the poorest people in India. The Financial Times has a huge story. This story would bring down any government. This is direct theft by a man who has been protected again and again and again by the Prime Minister of India. വേഗതാരങ്ങളെ ഇന്നറിയാം. സ്കൂൾ കായികമേളയിലെ വേഗതാരങ്ങളെ ഇന്നറിയാം. 2ാം ദിവസവും പാലക്കാടിന്റെ കുതിപ്പ് തുടരുകയാണ്. മലപ്പുറവും എറണാകുളവുമാണ് തൊട്ടുപിന്നിൽ. സ്കൂൾ കായികമേളയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി VS കൃഷ്ണരാജ് ചേരുന്നുണ്ട്.
കൃഷ്ണരാജ, എന്തായാലും കായികമേളയിലെ വേഗതാരങ്ങളെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ആരാണ് ഏറ്റവും മുന്നിൽ? പാലക്കാട് തന്നെയാണോ? പാലക്കാടിന്റെ കുതിപ്പ് തുടരുകയാണോ? തീർച്ചയായും രണ്ടാം ദിനം രണ്ടാം പകുതി തുടങ്ങുന്നു. അപ്പോഴേക്കും പാലക്കാട് തന്നെ ഇപ്പോഴും മുന്നിലാണ്. രണ്ടാം സ്ഥാനത്ത് മലപ്പുറമാണുള്ളത്. മൂന്നാം സ്ഥാനത്ത് കോഴിക്കോട് ജില്ല എത്തിയിട്ടുണ്ട്. ആവേശകരമായ പോരാട്ടം നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നാം സ്ഥാനക്കാരുടെ കാര്യത്തിൽ മാത്രം പാലക്കാട് ആ സ്ഥാനം ഇതുവരെയും ഒരു ദിവസവും അര ദിവസം രണ്ടാം ദിവസത്തിൻ്റേത് പിന്നിട്ടിട്ടും പാലക്കാട് വിട്ടുകൊടുത്തിട്ടില്ല. പാലക്കാടിന്റെ മുന്നേറ്റം തന്നെയാണ് രണ്ടാം ദിവസത്തിന്റെ ആദ്യ പകുതിയിലും കാണാനായത്. ഇപ്പോൾ സീനിയർ ആൺകുട്ടികളുടെ ജാവലിൻ ത്രോ മത്സരം സ്റ്റേഡിയത്തിന്റെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. നീരജ് ചോപ്രയുടെ പിൻഗാമികൾ ആവേശത്തോടെ മാറ്റുരയ്ക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 8 പേർ ഫൈനൽ സ്റ്റേജിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അവരുടെ ആവേശകരമായ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. മറ്റൊരു വശത്ത് ജൂനിയർ ആൺകുട്ടികളുടെ പോൾ വോൾട്ട് മത്സരം നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേഡിയത്തിൽ ട്രാക്കിൽ 400 മീറ്റർ ഹഡിൽസിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. കൃത്യം 4:20 തന്നെ സീനിയർ ജൂനിയർ വിഭാഗം 400 മീറ്റർ ഹഡിൽസ് മത്സരം നടക്കും. അതിന് പിന്നാലെയാണ് ഈ മീറ്റിലെ എല്ലാ മീറ്റുകളിലെയും ആകർഷണീയ ഇനം എന്ന് പറയാവുന്ന 100 മീറ്റർ ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ വിഭാഗം ആൺകുട്ടികളുടേതും പെൺകുട്ടികളുടേതും 6 വിഭാഗങ്ങളിലായി മത്സരങ്ങൾ നടക്കും. അങ്ങനെ ആവേശകരമായി രണ്ടാം ദിനത്തെ മത്സരങ്ങൾ രാത്രി 7 മണിയോടെ പൂർത്തിയാകും. അതിനുശേഷം 800 മീറ്റർ ഹീറ്റ്സ് മത്സരങ്ങളും ഇവിടെ നടക്കും. ഏതായാലും പാലക്കാടിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. 1.5 ദിവസമാകുമ്പോഴും ആ ജൈത്രയാത്ര തുടരാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പാലക്കാട് ഇപ്പോഴും ഉള്ളത്. ഇന്ന് 6 മണിക്ക് തന്നെ, കൃത്യം 6 മണിക്ക് തന്നെ 100 മീറ്റർ മത്സരങ്ങൾക്ക് തുടക്കമാകും. ഭവ്യ, തീർച്ചയായും കൃഷ്ണരാജ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയുടെ പിൻഗാമികൾ കൊതിക്കുകയാണ്. ഇപ്പോൾ കായികമേളയിലെ വേഗതാരങ്ങളെ ഇന്ന് അറിയാനുള്ള കാത്തിരിപ്പാണ്. രണ്ടാം ദിവസവും പാലക്കാടിന്റെ കുതിപ്പ് തുടരുകയാണ്. എസ് കൃഷ്ണരാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡിന്റെ തെരുവുകൾ കീഴടക്കിയ നവരാത്രി വേഷങ്ങൾ, പുരാണ കഥാപാത്രങ്ങളുടെ വേഷങ്ങളും യക്ഷഗാന വേഷങ്ങളും അസുരവേഷങ്ങളും പുലിവേഷങ്ങളും ഒക്കെയാണ് നവരാത്രിയോടനുബന്ധിച്ചുള്ളത്. ഈ റിപ്പോർട്ട് കാണാം. ലേഡീസ് മെനതോടുകൂടി പൂർണ്ണമാവുകയാണ്. നമസ്കാരം. നവരാത്രി നാളുകൾക്ക് ആഘോഷപ്പൊലിമ പകർന്ന കാസർഗോഡിന്റെ തെരുവുകൾ കീഴടക്കുകയാണ്. നവരാത്രി വേഷങ്ങൾ, പുരാണങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ വേഷങ്ങളും യക്ഷഗാന വേഷങ്ങളും അസുരവേഷങ്ങളും പുലിവേഷങ്ങളുമാണ് നവരാത്രിയോടനുബന്ധിച്ച് നാടും വീടും ചുറ്റുന്നത്. കർണാടകയോട് ചേർന്നുള്ള കാസർഗോഡിന്റെ വടക്കൻ പ്രദേശങ്ങളിലാണ് പ്രധാനമായും നവരാത്രി വേഷങ്ങളുടെ പര്യടനം. വാദ്യാകമ്പടിയോടെ വീടുകളിലും കടകളിലും എത്തിയാണ് പ്രകടനം. നാട്ടിലും വീട്ടിലും നവരാത്രി വേഷങ്ങൾ സമ്പത്തും ഐശ്വര്യവും കൊണ്ട് വരുമെന്നാണ് ವಿಶ್ವಾಸ. ಮತ್ತೆ ರಾತ್ರಿ ಬಣ್ಣ ಹಚ್ಚುವ ಕಾರ್ಯಕ್ರಮ ಇತ್ತು. ಅದಾದಮೇಲೆ ರಾತ್ರಿಯಿಂದ ಬೆಳಿಗ್ಗೆ ನಾವು ನಿದ್ದೆ ಬಿಟ್ಟು ಒಂದು ಚೂರು ಸಹ ಮಲಗದೆ ಬೆಳಿಗ್ಗೆ ತನಕ ಬಣ್ಣ ಹಚ್ಚಿ ಇವತ್ತು ಬೆಳಿಗ್ಗೆ ಹುಲಿ ಹೊರಡುವ ಕ್ರಮ ಒಂದು. സിംഹവും പുലിയും ഉൾപ്പെടെയുള്ള മൃഗവേഷങ്ങളും വേട്ടക്കാരനുമെല്ലാം ആടിത്തിമിർക്കുന്നതും നവരാത്രി കാലത്തെ മനോഹര കാഴ്ചകളാണ്. സംഘങ്ങളായി ഇറങ്ങുന്ന പുലിവേഷക്കാരാണ് കാഴ്ചക്കാരെ ആകർഷിക്കുന്നത്. നൃത്തമാടിയാണ് ഇവർ കാഴ്ചക്കാരെ കയ്യിലെടുക്കുന്നത്. നവരാത്രി വേഷങ്ങൾ കെട്ടുന്നതിനായി പ്രത്യേക ട്രൂപ്പുകൾ തന്നെയുണ്ട്. കൊറക്കോട്, അണങ്കൂർ, നുള്ളിപ്പാടി, നെല്ലിക്കുന്ന, ബട്ടംപാറ, വിദ്യാനഗർ തുടങ്ങിയ സ്ഥലങ്ങളിലെ പുലിവേഷങ്ങളാണ് കടകൾക്ക് മുന്നിലും വീടുകൾക്ക് മുന്നിലും എത്തി ആടിത്തിമിർക്കുന്നത്. വഴിപാടായി വീടാന്തരം കയറിയിറങ്ങുന്ന കുറവേഷങ്ങൾ നവരാത്രി കാലത്തെ സജീവ കാഴ്ചയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവ നാമമാത്രമായാണ് കാണപ്പെടുന്നത്. ന്യൂസ് 18 കാസർഗോഡ്.